ഹലോ അനിമേ ലവേഴ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിലെ 4ാമത്തെ എപ്പിസോഡാണ്. അപ്പർ മൂൺ 1 കൊക്കുഷിബോ വേഴ്സസ് ടോപ്പ് 3 ഹാഷിറാസ്. സോ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകൾ ലൈക്കാർഡിലും അതുപോലെ താഴെ ഒരു വലിയ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു മാങ്ക എക്സ്പ്ലനേഷൻ സീരീസിൽ ഞാനിങ്ങനെ കറക്റ്റ് ചാപ്റ്റർ ഓർഡർ വൈസ് അല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പകരം ഓരോ ആൾക്കാരുടെ ഫൈറ്റ് എങ്ങനെയാണോ വരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡീമൺ സ്ലെയർ വായിച്ചവർക്കറിയാം, അതിങ്ങനെ ഓരോ ചാപ്റ്ററിലും ഓരോ സീൻ ഇങ്ങനെ ഷഫിൾ ചെയ്താണ് കിടക്കുന്നത്. ഉദാഹരണത്തിന് അപ്പർ മൂൺ 1ന്റെ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് മിത്സൂരിയും ഒബനയും കാണിക്കുന്നുണ്ട്. അതുപോലെ ടാഞ്ചിറോയുടെ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ജെനിറ്റ്സുണ്ട് കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഓരോ സീനും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന മാങ്ക അതിനെ കറക്റ്റ് ചെയ്ത് ബാക്കിയുള്ളവരുടെ സീൻ അതിലുണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് ഒരാളുടെ ഫൈറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കണം, എല്ലാ ഫൈറ്റും നടക്കുന്നത് ഒരേ സമയത്താണ്. സോ ഈ ഒരു കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ ഒരു 5K ലൈക്ക് ചലഞ്ച് ഉണ്ട്. ദെൻ വീഡിയോ കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് ഈ ഒരു 5K ലൈക്ക് ചലഞ്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ലൈക്ക് ആയെന്ന് കമന്റ് ചെയ്യാം. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഗ്യോമയും മുയിച്ചിറോയും മൂസാന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ഇൻഫിനിറ്റി കാസലിൽ മൂസാൻ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഇൻഫിനിറ്റി കാസൽ എല്ലാ സമയത്തും ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതായത് ഓരോ ബ്ലോക്കും മാറിക്കൊണ്ടിരിക്കും. അത് ഡീമൺ സ്ലേസിനെ ഒന്നും കൂടി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ ഈ ഒരു ഇൻഫിനിറ്റി കാസലിൽ നടക്കുന്നുണ്ടെങ്കിലും ഗ്യോമയെ കറക്റ്റ് ആയിട്ട് മൂസാനുള്ള സ്ഥലം കണ്ടുപിടിച്ച് ഇപ്പൊ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയാണെന്നല്ലേ, ഗ്യോമയ്ക്ക് അവന്റെ സ്മെല്ലിംഗ് സെൻസ് കൊണ്ട്, അതായത് ടാഞ്ചുറോയെ പോലെ മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും. കൂടാതെ സൗണ്ട് കേട്ടുകൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഇവര് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇൻഫിനിറ്റി കാസലിലെ ഒരു ബ്ലോക്ക് വന്ന് മുയിച്ചിറോയെ അടിച്ചെടുത്തോണ്ട് പോകുന്നു. അങ്ങനെ മുയിച്ചിറോയും ഗ്യോമയും തമ്മിൽ സെപ്പറേറ്റ് ആയി. അപ്പൊ മുയിച്ചിറോ ഗ്യോമയോട് പറയുന്നത്, നിങ്ങൾ എന്നെ പറ്റി ഇപ്പൊ ചിന്തിക്കണ്ട, എത്രയും പെട്ടെന്ന് മൂസാന്റെ അടുത്തേക്ക് പോ. ഇത് കേട്ട ഗ്യോമയും മറ്റൊന്നും ചിന്തിക്കാതെ മൂസാനുള്ള ഭാഗത്തേക്ക് പോകുന്നു. അതുപോലെ മുയിച്ചിറോയും മറ്റൊരു ഭാഗത്തേക്ക് വന്ന് വീണു. അവനിപ്പോ വന്ന സ്ഥലം അവൻ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ വന്നിരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമായിരുന്നു. അവന്റെ തൊട്ടു മുമ്പിൽ ഒരു ഡീമൺ നിൽക്കുന്നുണ്ട്. ആ ഡീമണാണ് അപ്പർ മൂൺ 1 കൊക്കുഷിബോ. ഇപ്പൊ മുയിച്ചിറോയെ കണ്ട അപ്പർ മൂൺ 1, എന്താടാ മോനെ, സുഖമല്ലേ? നിന്നെ ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. അത് കേട്ട മുയിച്ചിറോയ്ക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അവൻ ചിന്തിക്കുന്നത്, ഇയാളുടെ കയ്യിലും സോഡുണ്ട്, കാണാൻ മനുഷ്യനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇയാളും മുമ്പൊരു ഡീമൺ സ്ലെയർ ആയിരിക്കും എന്ന് ചിന്തിച്ച് മുയിച്ചിറോ കൊക്കുഷിബോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വാളെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവന് വാളെടുക്കാൻ കഴിയുന്നില്ല. വാളെടുക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. ഇതിന് കാരണം മുയിച്ചിറോ ഇപ്പൊ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഇത്രയും ദിവസവും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന ഒരു ഹാഷിര ഒരു അപ്പർ മൂണിനെ കണ്ടപ്പോൾ ഇത്രയധികം പേടിക്കുന്നു. കൊക്കുഷിബോയുടെ അടുത്ത് നിന്ന് വരുന്ന ആ ഒരു ഓറ, അതിന്റെ അത്രയും വലിയൊരു പ്രസൻസ് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് മുയിച്ചിറോ ഇത്രയധികം പേടിക്കുന്നത്. ഡമോനെ, നിന്റെ പേരെന്താ? എന്റെ പേര് മുയിച്ചിറോ ടോക്കിറ്റോ. ഇപ്പൊ മുയിച്ചിറോയുടെ പേര് കേട്ട കൊക്കുഷിബോ, അപ്പോൾ നിങ്ങൾ കാലപ്പോക്കിൽ നിങ്ങളുടെ സുക്കിഗുനി എന്ന് പറയുന്ന ആ പേര് മാറ്റിയല്ലേ? ഇത് കേട്ട മുയിച്ചിറോയ്ക്ക് ആവട്ടെ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ കൊക്കുഷിബോ, ഞാൻ മനുഷ്യനായിരുന്ന സമയത്തെ എന്റെ പേര് മിച്ചിക്കാറ്റ്സു സുക്കിഗുനി എന്നായിരുന്നു. ഇത് ഞാനിവിടെ പറയാൻ കാരണം നീയും സുക്കിഗുനി ഫാമിലിയിലുള്ളവനാണ്, അതായത് നീ എന്റെ തലമുറയിൽപ്പെട്ടവനാണ്. ഇത് കേട്ട മുയിച്ചിറോയ്ക്ക് ആവട്ടെ ഓൾറെഡി അവന്റെ മുഖത്തുള്ള ഒരു പേടി, അതിന്റെ കൂടെ ഇത്രയും വലിയൊരു ടെസ്റ്റ്. ഇപ്പൊ അവൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പക്ഷെ എന്നാലും മുയിച്ചിറോ എല്ലാം മനസ്സിലാക്കി അവന്റെ പേടിയെല്ലാം മാറ്റി നിർത്തി പഴയ പോലെ കാമായിട്ട് മാറി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊക്കുഷിബോയ്ക്ക് സീ ത്രൂ വേൾഡ് കാണാൻ കഴിയും. ടാഞ്ചിറോ സീ ത്രൂ വേൾഡിലൂടെ കാണാൻ തുടങ്ങിയ സമയത്താണ് അവന്റെ പവർ ഇൻക്രീസ് ആയത്. എന്നിട്ട് ഒരു പടി അക്കാസയ്ക്ക് മുമ്പിൽ എത്താൻ പറ്റിയത്. അതായത് അക്കാസയുടെ കഴുത്ത് വെട്ടാനുള്ള ഒരു പവർ കിട്ടിയത് ഈ ഒരു സീ ത്രൂ വേൾഡ് യൂസ് ചെയ്തതുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ കൊക്കുഷിബോയ്ക്ക് ആ ഒരു സീ ത്രൂ വേൾഡ് കാണാൻ കഴിയും. അതിന്റെ കൂടെ കൊക്കുഷിബോയ്ക്ക് റീജനറേഷൻ, അൺലിമിറ്റഡ് സ്റ്റാമിന, എന്തിനേറെ പറയണം ബ്ലഡ് ഡീമൺ ആർട്ട് വരെയുണ്ട്. ഇതിനൊക്കെ അപ്പുറം പണ്ടത്തെ ലെജൻഡറി ഡീമൺ സ്ലേയേഴ്സിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഡീമൺ സ്ലെയർ ആണ് ഈ കൊക്കുഷിബോ. അതുകൊണ്ട് കൊക്കുഷിബോയ്ക്ക് ബ്രീത്തിങ് സ്റ്റൈലും ഉണ്ട്. അപ്പോൾ ഒരു ഒന്നൊന്നര പവർ ഹൗസ് ആണ് ഈ കൊക്കുഷിബോ. ഇപ്പൊ നമ്മുടെ മുയിച്ചിറോ അവന്റെ കട്ടാന എടുത്ത് മിസ്റ്റ് ബ്രീത്തിങ് സെക്കൻഡ് ഫോം യൂസ് ചെയ്ത് കൊക്കുഷിബോയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ എന്ത് എന്നൊരു രീതിയിൽ കൊക്കുഷിബോ ആ ഒരു അറ്റാക്കിൽ നിന്ന് മാറിക്കളഞ്ഞു. അതിനുശേഷം മുയിച്ചിറോ 5th ഫോം യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. ഒരു കാര്യമില്ല, കൊക്കുഷിബോ വീണ്ടും മാറിക്കളഞ്ഞു. സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും കാണാൻ പോലും കഴിയാത്തൊരു സ്പീഡ്. കൊക്കുഷിബോ ആണെങ്കിൽ ജസ്റ്റ് കൂളായിട്ട് ഈ അറ്റാക്ക് ഒക്കെ മാറിക്കടന്നു എന്നും വിചാരിച്ച് ഇവിടെ മുയിച്ചിറോയ്ക്ക് പവർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. മുയിച്ചിറോ കൂളായി നിന്ന് ഒരു അപ്പർ മൂണിനെ വരെ കൊന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ മുയിച്ചിറോയുടെ ഒപ്പോണന്റ് കൊക്കുഷിബോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റവും പവർഫുൾ ആയ ഒരു ഡീമൺ. മൂസാൻ കഴിഞ്ഞാൽ പിന്നെ താഴെ വരുന്ന ഡീമണാണ് കൊക്കുഷിബോ. മൂസാന്റെ പവർ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ കൊക്കുഷിബോയുടെ പവർ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കൂടാതെ കൊക്കുഷിബോ വരെ പറയുന്നുണ്ട്, നിന്റെ ഈ 14ാമത്തെ വയസ്സിലെ, ശ്രദ്ധിക്കണം 14ാമത്തെ വയസ്സിലെ നിന്റെ അറ്റാക്ക് വളരെ പെർഫെക്റ്റ് ആണെന്ന് കൊക്കുഷിബോ വരെ പറയുന്നുണ്ട്. മുയിച്ചിറോ കൊക്കുഷിബോയെ ആദ്യം കണ്ടപ്പോൾ പേടിച്ചു. എന്നിരുന്നാൽ പോലും ആ പേടിയൊക്കെ മാറ്റിവെച്ച് മുന്നിലുള്ളവൻ എന്തു ആയിക്കോട്ടെ, ജീവൻ പോയാലും അവന്റെ കൂടെ ഞാൻ ഫൈറ്റ് ചെയ്യും എന്നൊരു രീതിയിൽ കൊക്കുഷിബോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ മുയിച്ചിറോ ഇറങ്ങി തിരിച്ചു. ഒപ്പോണന്റ് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ഗഡ്സ് മതി, നമ്മൾ ആ യുദ്ധത്തിൽ പകുതി ജയിക്കും. ഇവിടെ ഇപ്പൊ മുയിച്ചിറോ അവന്റെ ഒട്ടുമിക്ക സ്റ്റൈൽ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ട്
ചെയ്തിട്ട് പോലും കൊക്കുഷിബോയുടെ അടുത്ത് അതൊന്നും നടക്കില്ല. അതുകൊണ്ട് അവസാനം മുയിച്ചിരോ അവന്റെ ഡീമൺ സ്ലെയർ മാർക്ക് പുറത്തെടുത്തു. എന്നിട്ട് 7th ഫോം യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്തു. പക്ഷേ അവന് കൊക്കുഷിബോയെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഒരു ഡീമൺ സ്ലെയറിന് തന്റെ ഡീമൺ സ്ലെയർ മാർക്ക് വന്നാൽ എങ്ങനെയുണ്ടാവും നമുക്കറിയാം. ഇവിടെ ഇപ്പൊ ആ ഡീമൺ സ്ലെയർ മാർക്ക് വന്നിട്ട് പോലും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എന്ത് ജാതി ബീസ്റ്റ് ആണ് ഈ കൊക്കുഷിബോ എന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ കൊക്കുഷിബോ, ഇനിയും ഞാൻ എന്റെ വാൾ എടുക്കാതിരുന്നാൽ അത് നിന്നെ അപമാനിക്കുന്നതിന്റെ തുല്യമാവും എന്ന് പറഞ്ഞ് വാൾ എടുത്തതും മുയിച്ചിരോയുടെ ഒരു കൈ അറ്റുപോയി. കൊക്കുഷിബോയുടെ ആ ഒരു സ്ട്രൈക്കില് മുയിച്ചിരോയുടെ ഇടത്തെ കൈ മുറിഞ്ഞ് തെറിച്ചുപോയി. ഇവിടെ ഇപ്പൊ ഏറെക്കുറെ ഫൈറ്റ് അവസാനിച്ചതുപോലെയാണെങ്കിലും മുയിച്ചിരോ അതൊന്നും കാര്യമായിട്ട് എടുക്കാതെ അവന്റെ മുറിഞ്ഞുപോയ കൈയിന്റെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് വീണ്ടും കൊക്കുഷിബോയെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ കൊക്കുഷിബോ അവന്റെ തന്നെ കത്തി പിടിച്ചു വാങ്ങി. ആ കത്തി കൊണ്ട് അവനെയും ചേർത്ത് ഒരു പില്ലറിലേക്ക് കുത്തി ഇറക്കി. സോ മുയിച്ചിരോ ഇനി ഏറെക്കുറെ മരിക്കാനായി. അപ്പൊ കൊക്കുഷിബോ, എന്തൊക്കെയായാലും നീ എന്റെ തലമുറയിൽ ജനിച്ചവനാണ്, അതുകൊണ്ട് ഞാൻ നിനക്കൊരു അവസരം തരാം, ഒരു ഡീമൺ ആയിട്ട് മാറിക്കോ. ബാക്കിയുള്ള കാര്യം ഞാൻ ലോർഡ് മൂസാനോട് സംസാരിച്ച് ശരിയാക്കിക്കോളാം, എങ്കിലേ നിനക്കിനി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ മുയിച്ചിരോയ്ക്ക് നേരെ കൊക്കുഷിബോ ഒരു ഓഫർ നീട്ടുന്ന ഈ സമയത്ത് അവരുടെ പുറകിലായിട്ട് ഗന്യ വരുന്നു. പെട്ടെന്ന് ഗന്യ അവന്റെ തോക്കെടുത്ത് കൊക്കുഷിബോയെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതേ സെക്കൻഡില് കൊക്കുഷിബോ അവന്റെ ബാക്കിലെത്തി. എന്നിട്ട് വേറൊന്നും നോക്കിയില്ല, ഗന്യയുടെ 2 കൈയും അരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അടുത്ത മൂവിൽ അവനെ കൊല്ലാൻ വേണ്ടി അവന്റെ ബോഡി പകുതിയായിട്ട് കട്ട് ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും ഗന്യ മരിച്ചില്ല. അത് കണ്ട കൊക്കുഷിബോ, പണ്ട് നിന്നെ പോലെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന് അവനെ ഞാൻ ഇതുപോലെ വെട്ടി 2 അങ്ങനെ അവൻ മരിച്ചുപോയി, പക്ഷെ നിന്റെ കാര്യമാണ് കുറച്ച് ഡിഫറെന്റ് എന്ന് പറഞ്ഞ് കൊക്കുഷിബോ പിന്നെയും ഗന്യെ അറ്റാക്ക് ചെയ്യുന്നു. ആ സമയത്താണ് എന്റെ പിള്ളേരെ തൊടുന്നോടാന്ന് ചോദിച്ച് സനമി എത്തിയത്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഗന്യ രക്ഷപ്പെട്ടു. ഇപ്പൊ ഇവിടെ എത്തിയ സനമി കൊക്കുഷിബോക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. ഇത്രയും നേരം സീരിയസ് അല്ലാതിരുന്ന കൊക്കുഷിബോ ഇപ്പൊ സനമി വന്നതിന് ശേഷമാണ് ഒന്ന് ആക്റ്റീവ് ആയതെന്ന് വേണമെങ്കിൽ പറയാം. സനമിയുടെ ഫസ്റ്റ് അറ്റാക്ക് ബ്ലോക്ക് ചെയ്ത കൊക്കുഷിബോ മൂൺ ബ്രീത്തിങ് 5th ഫോം യൂസ് ചെയ്ത് സനമിക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ആ ഒരു അറ്റാക്കിൽ നിന്ന് സനമി ചാടി മാറി. ശേഷം സനമിക്ക് കൊക്കുഷിബോയുടെ അറ്റാക്കിന്റെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് മനസ്സിലായി. എല്ലാവരും അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു സ്ട്രൈക്ക് മാത്രമേ പോവുള്ളൂ. പക്ഷെ ഇവിടെ കൊക്കുഷിബോ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രൈക്കുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതായത് കൊക്കുഷിബോ ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്ലാഷുകൾ റിപ്പീറ്റ് ആയി വരും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നല്ല പണി കിട്ടും. ഇപ്പൊ കൊക്കുഷിബോ സനമിയോട് കുഴപ്പമില്ല, നിന്റെ ഫിസിക്കും നിന്റെ ടെക്നിക്കും അതിന്റെ പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്. അതിന് സനമി കൊക്കുഷിബോയെ തെറി വിളിച്ച് വീണ്ടും അവൻ അറ്റാക്ക് ചെയ്യുന്നു. സനമി എത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും കൊക്കുഷിബോയ്ക്ക് ഒരു സ്ക്രാച്ച് പോലും ആവുന്നില്ല. എന്തിനു പറയണം, സനമി അവന്റെ കാലിന്റെ അടിയിൽ ഒരു കട്ടാന വെച്ച് അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടും കൊക്കുഷിബോ ഒന്നും തൊടാൻ പോലും പറ്റിയില്ല. ഇപ്പൊ സനമി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് അവന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ സനമിക്ക് ബ്രീത്ത് ചെയ്യാൻ ടൈം കിട്ടില്ല. ബ്രീത്ത് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല എന്നല്ല, കൊക്കുഷിബോ ഇതിന് ടൈം കൊടുക്കുന്നില്ല. ഇപ്പൊ അവസാനം കൊക്കുഷിബോ മൂൺ ബ്രീത്തിങ് 6th ഫോം യൂസ് ചെയ്ത് സനമിക്ക് നേരെ ഒരു മാരക അറ്റാക്ക് ചെയ്യുന്നു. ഓൾറെഡി ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുന്ന സനമിക്ക് ഇത്രയും വലിയൊരു അറ്റാക്ക് നല്ലതുപോലെ കൊണ്ടു. ശരീരം മുഴുവൻ ചോര. ചെറുക്ക, നീ അനങ്ങാൻ നിൽക്കണ്ട, നീയൊന്ന് അനങ്ങിയാ മതി, നിന്റെ ഉള്ളിലുള്ള അവയവം പുറത്തേക്ക് വരും എന്ന് പറഞ്ഞ് കൊക്കുഷിബോ പറയുമ്പോൾ അതൊന്നും കണക്കിലെടുക്കാതെ സനമി ഒരു വെറി പിടിച്ചവനെ പോലെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈ ഒരു അറ്റാക്കിൽ കൊക്കുഷിബോ ഒന്ന് പതറി പോകുന്നുണ്ട്. അത് സനമിയുടെ അറ്റാക്ക് കൊണ്ടല്ല, പകരം അവന്റെ ബ്ലഡ് കൊണ്ടാണ്. സനമിയുടെ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു അപൂർവമായിട്ടുള്ള ബ്ലഡ് ആണ്. സോ അതൊരു ഡീമൺ മണത്ത് കഴിഞ്ഞാൽ ആ ഡീമൺ പിന്നെ സ്വയം കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ സനമിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്. കൊക്കുഷിബോ അവന്റെ ബ്ലഡ് മണത്തപ്പോ അവന് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. സനമി അവന്റെ ഈ ഒരു സീക്രട്ട് എപ്പോഴാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, പണ്ട് അവന്റെ അമ്മ ഡീമൺ ആയിട്ട് മാറിയില്ലേ, അന്ന് അവന്റെ അമ്മ ഇവൻ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇവന്റെ ബോഡിയിലുള്ള ബ്ലഡ് പുറത്തേക്ക് വന്നു. പെട്ടെന്ന് തന്നെ അവന്റെ അമ്മയുടെ സ്പീഡ് കുറഞ്ഞു, അവര് തളർന്നു പോയി. അങ്ങനെ ഈ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അവന്റെ അമ്മയെ അവൻ കൊന്നു കളഞ്ഞു. സ്റ്റോറി കുറച്ച് ഇമോഷണൽ ആണെങ്കിൽ പോലും സനമി അവന്റെ ഈ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് അവൻ മനസ്സിലാക്കിയത് അന്നാണ്. അന്ന് മുതൽ അവൻ ഡീമൺസിനെ കൊല്ലാൻ തുടങ്ങി. അതും എങ്ങനെയാണെന്ന് വെച്ചാൽ ഡീമൺസിന്റെ കഴുത്ത് വെട്ടിയിട്ടല്ല, സൂര്യൻ ഉദിക്കുന്നത് വരെ അവരെ പിടിച്ചു വെച്ച് അങ്ങനെയാണ് കൊല്ലുന്നത്. അത് കഴിഞ്ഞ് അവന്റെ ഈ ഒരു അഡ്വാൻറ്റേജ് യൂസ് ചെയ്തിട്ടാണ് അവനൊരു ലോവർ മൂണിനെ കൊല്ലുന്നത്. ആ ഒരു ഫൈറ്റില് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും അവന് നഷ്ടപ്പെട്ടു. ശേഷം സനമി ഒരു ഹാഷിരയുടെ പോസ്റ്റിലേക്ക് എത്തി. ഇപ്പൊ സനമിയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന കൊക്കുഷിബോയ്ക്ക് അത്ഭുതമാണ്. കാരണം ഓൾറെഡി സനമിക്ക് ഒരു അടാർ അറ്റാക്ക് കിട്ടി. ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അല്ലെങ്കിൽ ആവണം അതുപോലെയുള്ള ഒരു അറ്റാക്കാണ് കിട്ടിയത്. എന്നാൽ അതൊന്നും എന്റെ ദേഹത്തല്ലടാ കൊണ്ടത് എന്നൊരു രീതിയിൽ ഒരു പ്രാന്തനെ പോലെ കൊക്കുഷിബോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഇതിലാണ് കൊക്കുഷിബോയ്ക്ക് ഒരു ആശ്ചര്യം. പക്ഷേ എന്തൊക്കെയായാലും കൊക്കുഷിബോയുടെ ദേഹത്തൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. എന്നാൽ അവനെതിരെ ഫൈറ്റ് ചെയ്തവരാവട്ടെ സീരിയസ് ആയിട്ട് പെട്ടിയിലേക്ക് എടുക്കാനായി. സോ ഇപ്പൊ സനമി ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ഒരു പോയിന്റ് എത്തിയപ്പോ കൊക്കുഷിബോ അവന്റെ വാള് നിലത്തേക്ക് ചവിട്ടി പിടിച്ചു. ഇപ്പോ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. സനമി ഹാഷിര ആയതിനു ശേഷം ആദ്യത്തെ ഹാഷിര മീറ്റിംഗിൽ അവൻ മാസ്റ്റർ കഗായ ഉപേക്ഷിക്കയോട്, ഞങ്ങൾ ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ സുഖിച്ചിരുന്ന് ഞങ്ങൾക്ക് ഓർഡർ തരാണല്ലേ ഓരോന്ന് ചെയ്യാൻ വേണ്ടി. അത് കേട്ട ഉടനെ എല്ലാ ഹാഷിരയും ഷോക്കായി. പ്രത്യേകിച്ച് ദേഷ്യം വന്നവനെ എടുത്ത് അടിക്കാനായി. അതിലൊരാളാണ് ഗ്യോമെ. മാസ്റ്റർ അവിടെ ഇല്ലെങ്കിൽ സനമി തീർന്നു എന്ന് കൂട്ടിയാൽ മതി. സനമി പറഞ്ഞതിന് മാസ്റ്റർ ദേഷ്യപ്പെടാതെ ചിരിച്ചുകൊണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം വാള് വീശാൻ ശ്രമിച്ചു, പക്ഷേ എന്നെ കൊണ്ട് കഴിയാഞ്ഞിട്ടാണ്. ഒരു 10 തവണ വാള് വീശുമ്പോഴേക്കും എന്റെ പൾസ് റേറ്റ് കൺട്രോൾ വിട്ടു പോകും. ഒരു പക്ഷേ എനിക്ക് വാള് വീശാൻ കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വന്ന് സഹായിക്കും, ആൾക്കാരെയൊക്കെ രക്ഷിക്കുന്ന ഒരു വലിയ സോർട്സ്മാൻ ആയിട്ട് മാറും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കഴിയാത്തത് കൊണ്ടല്ലേ. നിങ്ങളെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന് എന്നോട് പൊറുക്കണം. അത് കേട്ട സനമിയുടെ അപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് വരെ മാറിപ്പോയി. നമുക്കറിയാലോ സനമി ഒരുമാതിരി പ്രാന്ത് പിടിച്ചവനെ പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ മാസ്റ്റർ പറയുന്നത് കേട്ടിട്ട് ഒരമ്മ തന്റെ കുട്ടിയെ സ്നേഹിക്കുന്നത് പോലെ സനമിക്ക് തോന്നി. അവന്റെ സ്വന്തം അമ്മ അവനെ തലോടുന്നത് പോലെ. എന്നിട്ട് വീണ്ടും മാസ്റ്റർ, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളുടെ മുകളിലുള്ളവനൊന്നുമല്ല. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കാൻ കാരണം അവർക്കൊക്കെ എന്നെ മനസ്സിലായതുകൊണ്ടാണ്. അവർക്കൊക്കെ എന്നെ ഇഷ്ടമുള്ളത്
ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നീ എന്നെ തെറ്റിദ്ധരിച്ചതാവാം. പിന്നെ നീ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നതൊന്നും നീ അനുസരിക്കണമെന്നില്ല. പക്ഷേ ഒരു ഹാഷിരായി നിന്ന് നീ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്താൽ മതി. അതാണ് എന്റെ ആഗ്രഹം സനമി. അത് കേട്ടതോടെ സനമിയുടെ മൊത്തം തെറ്റിദ്ധാരണയും മാറി. ഇപ്പൊ ഇവിടെ കൊക്കുഷിബോ സനമിയുടെ കട്ടാന ചവിട്ടി പിടിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് പെട്ടെന്ന് സനമി ഒരു തോക്കെടുത്ത് കൊക്കുഷിബോയെ ഷൂട്ട് ചെയ്തു. എന്നാൽ ആ ഒരു ബുള്ളറ്റ് കൊക്കുഷിബോ സിമ്പിൾ ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് കണ്ട സനമിക്ക് എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ കൊക്കുഷിബോ ആവട്ടെ ഏറെക്കുറെ സനമിയെ കൊല്ലാനായി. അവന്റെ വാളുകൊണ്ട് സനമിയെ വെട്ടാൻ പോകുന്ന ഈ ഒരു സമയത്താണ് ഗ്യോമയുടെ ഒരു മാരക എൻട്രി. എന്നിട്ട് ശരീരം മൊത്തം മുറിഞ്ഞ സനമിയെ നോക്കി, ആദ്യം നീ ആ മുറിവ് കൂട്ടി തുന്നാൻ നോക്ക്, എന്നിട്ട് മതി ബാക്കി, അതുവരെ ഇവനെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ അകത്തേക്ക് കയറി വന്ന ഗ്യോമയെ കണ്ട് കൊക്കുഷിബോ, ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു ബോഡിയുള്ള യോദ്ധാവിനെ കണ്ടിട്ട് ഏകദേശം 300 വർഷമായി, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ ചിന്തിക്കുന്ന കൊക്കുഷിബോയെ ഗ്യോമ അവന്റെ സ്പെഷ്യൽ വെപ്പൺ കറക്കെ ഒരടി. പെട്ടെന്ന് കൊക്കുഷിബോ ഒരു അറ്റാക്കിൽ നിന്ന് ചാടി മാറി. ഇല്ലായിരുന്നെങ്കിൽ ഫ്ലോർ പോലെ കൊക്കുഷിബോ തകർന്ന് ഇല്ലാതാവും. ഇപ്പൊ അറ്റാക്കിൽ നിന്ന് ചാടി മാറിയ കൊക്കുഷിബോ രക്ഷപ്പെട്ടല്ലോ. എന്നാൽ മൂൺ ബ്രീത്തിങ് യൂസ് ചെയ്യാന്ന് പറഞ്ഞ് മൂൺ ബ്രീത്തിങ് യൂസ് ചെയ്യുമ്പോൾ അവന്റെ തൊട്ട് പുറകില് ഗ്യോമയുടെ രണ്ടാമത്തെ വെപ്പൺ കോടാലെത്തി. ഓൾറെഡി ഗ്യോമ ഒരു അറ്റാക്ക് ചെയ്തു, അത് കൂടാതെ രണ്ടാമത്തെ അറ്റാക്ക് അറ്റ് ദ സെയിം ടൈം. എന്ത് ജാതി മോൺസ്റ്റർ ആണ് ഗ്യോമ. ഇപ്പൊ കൊക്കുഷിബോ അതും മറികടന്ന് മൂൺ ബ്രീത്തിങ് യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ഗ്യോമ അതിനും സമ്മതിക്കുന്നില്ല. റോക്ക് ബ്രീത്തിങ് സെക്കൻഡ് ഫോം യൂസ് ചെയ്ത് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. കൊക്കുഷിബോയ്ക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ഗ്യോമ ഒരു ചെറിയ ഗ്യാപ്പ് പോലും കൊടുക്കുന്നില്ല. അങ്ങനെ ഗ്യോമ അവന്റെ ചങ്ങല കൊണ്ട് കൊക്കുഷിബോയുടെ കഴുത്ത് മുറുക്കി. അപ്പൊ ആ ഒരു ചങ്ങല മുറിക്കാനായിട്ട് കൊക്കുഷിബോ ശ്രമിക്കുന്നുണ്ട്. കൊക്കുഷിബോ ചങ്ങല മുറിച്ച് രക്ഷപ്പെടാനായിരുന്നു വിചാരിച്ചത്. എന്നാൽ ഗ്യോമയുടെ ആ ചങ്ങല, അവന്റെ ആ വെപ്പൺ, അത് ഏറ്റവും പ്യുവർ ആയിട്ടുള്ള മെറ്റൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ കൊക്കുഷിബോയ്ക്ക് അത് മുറിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഈ കുരുക്കിന്റെ അകത്ത് നിന്ന് തെന്നി മാറി. ഗ്യോമയുടെ വെപ്പന്റെ സ്ട്രെങ്ത് കണ്ടിട്ട് കൊക്കുഷിബോ ഒരു കാര്യം പറയുന്നുണ്ട്, സൺലൈറ്റ് ഇത്രയും അബ്സോർബ് ചെയ്ത ഇതുപോലെയുള്ള ഒരു മെറ്റൽ സെങ്കോക്കു എറയിൽ പോലും കിട്ടിയിട്ടില്ല. ഇതിലൂടെ എന്ത് മനസ്സിലാക്കാം? ഗ്യോമയുടെ വെപ്പൺ അത്രയും സ്ട്രോങ്ങസ്റ്റ് ആണെന്ന്. ഇപ്പൊ കൊക്കുഷിബോ അവന്റെ അടുത്ത് നിന്ന് അറ്റാക്ക് ചെയ്താലേ പ്രയോജനമുള്ളെന്ന് മനസ്സിലാക്കി ഗ്യോമയുടെ അടുത്തേക്ക് നിന്ന് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഗ്യോമെ ആ ഒരു അറ്റാക്ക് ചാടി കിടക്കുന്നത് കൂടാതെ കൊക്കുഷിബോയുടെ ശരീരത്തിൽ ആദ്യമായിട്ടൊന്ന് ടച്ച് ചെയ്തു. അവന്റെ ഡ്രസ്സ് ഒന്ന് കീറി വിട്ടു. എന്നിട്ട് അടുത്ത അറ്റാക്കിലെ കൊക്കുഷിബോയുടെ കത്തി പൊട്ടിച്ചു കളഞ്ഞു. പക്ഷെ പൊട്ടിപ്പോയ അവന്റെ സോഡ് വീണ്ടും റീജനറേറ്റ് ആവുന്നുണ്ട്. കാരണം അവന്റെ സോഡ് അവന്റെ ഫ്ലഷ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് പൊട്ടിച്ചാലും വലിയ കാര്യമൊന്നുമില്ല, വീണ്ടും അത് തിരിച്ചുണ്ടായി വരും. ഈ ഒരു കാര്യം നമ്മുടെ ഗ്യോമയ്ക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് പൊട്ടിച്ചത്. സോ ഈ ഒരു ഫൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞ ഗ്യോമെ അവസാനം മൂസാന് വേണ്ടി മാറ്റി വെച്ചിരുന്ന ആ വജ്രായുധം പുറത്തെടുക്കുന്നു, അവന്റെ ഡീമൻ സ്ലെയർ മാർക്ക്. ഇത് കാണുന്ന കൊക്കുഷിബോ, ഹോ എന്തൊരു കഷ്ടം, ഈ മാർക്ക് വരുന്ന എല്ലാവരും 25 വയസ്സിന് ശേഷം മരിക്കുമെന്ന് നിനക്കറിയില്ലേ? നിന്നെ കാണുമ്പോൾ എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിനക്ക് 27 അതിന്റെ മുകളിലോ പ്രായം ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു രാത്രി നീ മുഴുവനായിട്ട് തികയ്ക്കാൻ പോകുന്നില്ല. നീ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നിന്റെ ബോഡി, നിന്റെ ടെക്നിക്ക്, അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കാൻ പോവാണോ? അതുകൊണ്ട് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിനക്കൊരു ഓഫർ തരാം, ഒരു ഡീമൺ ആയിട്ട് മാറിക്കോ. ഇത് കേട്ട ഗ്യോമയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അത് കൊക്കുഷിബോയ്ക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ദേഷ്യത്തിൽ നിൽക്കുന്ന ഗ്യോമെ, നിന്റെ ചിന്താഗതികളൊന്നും മറ്റുള്ള ആൾക്കാരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. അതുപോലെ അതത്ര വലുതാണെന്ന് പറഞ്ഞ് നടക്കും വേണ്ട. പക്ഷെ നീ പറഞ്ഞൊരു കാര്യം അത് നുണയാണ്. ഈ മാർക്ക് വന്ന ഒരാൾ മാത്രം 25 വയസ്സിന് ശേഷവും ഈ മാർക്ക് വെച്ച് ജീവിച്ചു. അയാൾക്ക് മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. അത് ആരാണെന്ന് നിനക്കറിയില്ലേ? ഇത് കേട്ട കൊക്കുഷിബോ ഉടനെ പരിഭ്രമിക്കാൻ തുടങ്ങി. ഓൾറെഡി അയാളോട് കൊക്കുഷിബോയ്ക്ക് ദേഷ്യമാണ്. ഇപ്പൊ അത് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തപ്പോ കൊക്കുഷിബോയുടെ ദേഷ്യം കൂടി. ഈ ഒരു ദേഷ്യത്തിൽ കൊക്കുഷിബോ അവന്റെ കട്ടാന കൊണ്ട് ഗ്യോമയുടെ കഴുത്ത് വരെ എത്തി. പെട്ടെന്ന് ഗ്യോമ ഇത് ബ്ലോക്ക് ചെയ്ത് അവനെതിരെ വീണ്ടും ഫൈറ്റ് ചെയ്യുന്നു. ഈ ഒരു സമയത്താണ് കുറച്ചു നേരം പുറത്തു നിന്നിരുന്ന സനമി ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. സനമി വന്നത് വെറുതെ ഒന്നുമല്ല, ഈ പ്രാവശ്യം അവന്റെ ഡീമൻ സ്ലെയർ മാർക്ക് വന്നു. സോ ഇനിയാണ് കളി മാറാൻ പോകുന്നത്. ഡീമൻ സ്ലെയർ കോർപ്പിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള 2 ഹാഷിരമാര്, കൂടാതെ അവർക്ക് ഡീമൻ സ്ലെയർ മാർക്കും വന്നു. അങ്ങനെ രണ്ടുപേരും കൊക്കുഷിബോയുടെ കൂടെ ഫൈറ്റ് ചെയ്ത് അവസാനം ഗ്യോമെ അപ്പർ മൂൺ 1ന്റെ ഇടത്തെ ചെവി മുറിക്കുന്നു. അങ്ങനെ ആദ്യമായിട്ട് കൊക്കുഷിബോയുടെ ബോഡി ഒന്ന് മുറിഞ്ഞു. ശേഷം ഗ്യോമയും സനമിയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് കൊക്കുഷിബോയുടെ ഡ്രസ്സ് മുഴുവനായിട്ട് കീറി. അങ്ങനെ കൊക്കുഷിബോ അവന്റെ മുഴുവൻ പവറും ഈ ഒരു പോയിന്റിൽ വെച്ചാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അവന്റെ കട്ടാനയുടെ രൂപമൊക്കെ ആകെ മാറി. ഒരു വെട്ടിന് 100 സ്ലാഷ് പോകുന്ന രീതിയിലാണ് അവന്റെ കട്ടാന ഇപ്പോൾ ഉള്ളത്. സനമി കൊക്കുഷിബോയുടെ ഡ്രസ്സ് കീറുന്നതിന് മുമ്പ് കൊക്കുഷിബോ സനമിയെയും ഗ്യോമയും അറ്റാക്ക് ചെയ്തിരുന്നു. ആ ഒരു അറ്റാക്കിൽ സനമിയുടെ 2 വിരലും മുറിഞ്ഞുപോയി. ഈ ഒരു സമയത്ത് ഗെന്നി സ്വയം റീജനറേറ്റ് ചെയ്ത് ശരിയാവുന്നുണ്ട്. ശേഷം അവൻ മുയിച്ചിരയും സഹായിക്കുന്നു. മുയിച്ചിരയ്ക്ക് നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കിട്ടിയത് നമ്മൾ കണ്ടതല്ലേ. സോ അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ഭാഗത്താണ്. ഇപ്പൊ കാസുഗായി കാക്കകൾ വഴി ഡീമൻ സ്ലെയർ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇരുന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കഗായ ഉബുഷിക്കയുടെ മകൻ കിരിയ ഉബുഷിക്ക് കാണുന്നുണ്ട്. അപ്പർ മൂൺ 1നെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ടാൻജിറോയും ഗിയുവിനെയും അവിടേക്ക് അയക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ കിരിയ പറയുന്നത് അതിന്റെ ആവശ്യമില്ല, എനിക്ക് ഉറപ്പാണ് ഇവരെ ജയിക്കും, മറ്റുള്ളവര് മൂസാൻ അന്വേഷിച്ചു പോട്ടെ. സോ കിരിയയ്ക്ക് ഈ ഒരു ബാറ്റിൽ അവർ ജയിക്കുമെന്ന് വിശ്വാസമുണ്ട്. ഇവിടെ ഇപ്പൊ കൊക്കുഷിബോ മുമ്പത്തെ പോലെയല്ല, എല്ലാത്തിനെയും തീർക്കാൻ വേണ്ടിയുള്ള ഒരു മാതിരി അറ്റാക്ക്. സനമയ്ക്കൊന്നും പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. ഗ്യോമയെ അവനെ കൊണ്ട് കഴിയുന്നത് പോലെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗ്യോമയുടെ ലിമിറ്റ് കഴിഞ്ഞ ഒരു അറ്റാക്ക് വരുമ്പോൾ ആ ഒരു അറ്റാക്ക് നേരെ വരുന്നത് സനമയുടെ നേരെയാണ്. സനമയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഓടാൻ പോലും ടൈമില്ല. ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്നാണ് മുയിച്ചിരോ സനമയെ വന്ന് രക്ഷപ്പെടുത്തുന്നത്. പക്ഷെ ഇവിടെ കൊക്കുഷിബോ നിർത്തിയോ? ഇല്ല. 9th ഫോം, 10th ഫോം, 11th ഫോം, 16th ഫോം, 18th ഫോം, 19th ഫോം എന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള ഫോമുകൾ കൊല്ല വെറിയിൽ അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്ത് അപ്പുറത്ത് മാറി നിൽക്കുന്ന ഗന്യ ഇവരെല്ലാം
എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അവർ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ തന്നെ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ തനിക്ക് അവരെ സഹായിക്കണം എന്ന് വിചാരിച്ച് അവന്റെ കയ്യിലുണ്ടായിരുന്ന കൊക്കുഷിബയുടെ കട്ടാനയുടെ ഒരു പീസ് അവൻ വിഴുങ്ങി. നേരത്തെ പൊട്ടിപ്പോയ കട്ടാനയുടെ ഒരു പീസാണിത്. ആ പീസ് അങ്ങനെ അവൻ എടുത്ത് വിഴുങ്ങി. ഇവിടെ ഗ്യോമ ആവട്ടെ അവരുടെ മൂവ്മെന്റ്സ് എങ്ങനെയാണ് കൊക്കുഷിബോ മുൻകൂട്ടി മനസ്സിലാക്കുന്നതെന്ന് ആലോചിക്കുന്നു. ഒരു ഡീമണെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ മനുഷ്യനായിരിക്കുന്ന എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അവന്റെ ഇമോഷൻസ് ഒക്കെ മാറ്റിവെച്ച് നല്ല രീതിക്ക് കൊക്കുഷിബോയെ ഫോക്കസ് ചെയ്യുമ്പോൾ ഗ്യോമയും സീത്രൂ വേൾഡ് കാണാൻ തുടങ്ങുന്നു. അങ്ങനെ കണ്ണ് കാണാത്ത ഗ്യോമയ്ക്ക് അവന്റെ ആ ഒരു പ്രശ്നവും ഇവിടെ സോൾവ് ആയി. മുയിച്ചിരോ ഇപ്പൊ എങ്ങനെയെങ്കിലും ഒരു ചെറിയ അറ്റാക്ക് കൊക്കുഷിബോയ്ക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ശ്രദ്ധയൊന്നും മാറ്റാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യം മുഴുവൻ സനമയും ഗ്യോമയും നോക്കിക്കോളും. മുയിച്ചിരോ ചെയ്യാൻ പോകുന്നത് മനസ്സിലായ ഗ്യോമയും സനമയും ഒരേ സമയത്ത് കൊക്കുഷിബോയ്ക്ക് നേരെ പോകുന്നു. അങ്ങനെ 3 പേരും ഒരേ സമയത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കൊക്കുഷിബോയുടെ അടുത്തേക്ക് എത്തി. ആദ്യം ഗ്യോമെ കൊക്കുഷിബോയുടെ കൈ അടിച്ച് പൊളിച്ചു. രണ്ടാമത് മുയിച്ചിരോ അവന്റെ കത്തി കൊക്കുഷിബോയുടെ വയറിലേക്ക് കുത്തി ഇറക്കി. എന്നാൽ ഓൾറെഡി അവന്റെ ഒരു കാല് കൊക്കുഷിബോ വെട്ടി. നേരത്തെ കൊക്കുഷിബോയുടെ കട്ടാനയുടെ പീസ് വിഴുങ്ങിയ ഗെന്യ ഇപ്പോൾ ഒരു ഡീമണായിട്ട് മാറി. അത് കൂടാതെ അവനിപ്പോ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം കൊക്കുഷിബോയുടെ ബോഡിയിൽ മൂസാന്റെ ഡയറക്റ്റ് ബ്ലഡ് ആണ്. അതുകൊണ്ടാണ് ഗെന്യക്ക് ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പൊ ഗെന്യ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കൊക്കുഷിബോയെ കുറച്ചു നേരം പിടിച്ചു നിർത്തണം. അതിനുവേണ്ടി അവൻ കൊക്കുഷിബോയ്ക്ക് നേരെ ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് കൊക്കുഷിബോയുടെ ദേഹത്ത് കയറിയതും അതൊരു വേര് പോലെ വളർന്ന് അവനെ പിടിച്ചു വെച്ചു. ഇപ്പൊ കൊക്കുഷിബോയ്ക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ പെട്ടെന്ന് ഗ്യോമെ അവൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ കൊക്കുഷിബോ ആവട്ടെ അവന്റെ മുഴുവൻ ദേഷ്യത്തിൽ അലറുമ്പോൾ അവന്റെ ശരീരത്തിൽ മുഴുവൻ കട്ടാന വന്ന് തോന്നിയതുപോലെ അറ്റാക്ക് ചെയ്യുന്നു. അതിൽ ദൂരത്ത് നിന്ന് ഗെന്യയുടെ നടുഭാഗം കീറി സ്പ്ലിറ്റ് ആയി പോയി. കൂടാതെ സനമി, ഗ്യോമെ, മുയിച്ചിരോ എല്ലാവർക്കും വളരെ സീരിയസ് ആയിട്ട് അറ്റാക്ക് കിട്ടി. ഇതിൽ മുയിച്ചിരോ മാത്രം ഇനി ജീവിക്കാൻ യാതൊരു വഴിയില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് മുയിച്ചിരോ കൊക്കുഷിബോയുടെ ദേഹത്ത് കയറി അവന്റെ കട്ടാന പെട്ടെന്ന് ചൂടാക്കാൻ തുടങ്ങി. അവന്റെ കട്ടാന ചുട്ട് പഴുക്കാൻ തുടങ്ങി. ഇതിലൂടെ കൊക്കുഷിബോയ്ക്ക് അനങ്ങാൻ കഴിയുന്നില്ല. അതിന്റെ കൂടെ അവന്റെ ബോഡി കത്തുന്നത് പോലെ അവന് തോന്നുകയാണ്. ഗെന്യ അവന്റെ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്തതുകൊണ്ട് കൊക്കുഷിബോയ്ക്ക് അവന്റെ ടെക്നിക്ക് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു സമയത്ത് പണ്ട് അവന്റെ ബ്രദർ യൊരിച്ചി അവനോടൊരു കാര്യം പറഞ്ഞത് അവന് ഓർമ്മ വരുന്നു. നമ്മളെ തോൽപ്പിക്കാൻ നമ്മുടെ അത്ര പവർഫുൾ ആയിട്ടുള്ള ആരുമില്ല. അതുപോലെ നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്ക് മാസ്റ്റർ ചെയ്യാൻ ആർക്കും കഴിയില്ല. അതിനു മാത്രം വളർന്നവരാരുമില്ല എന്ന് കൊക്കുഷിബോ യൊരിച്ചിയോട് പറയുമ്പോൾ അത് കേട്ട യൊരിച്ചി ആവട്ടെ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ ചെറിയൊരു കണിക മാത്രമായിരിക്കും. ഫ്യൂച്ചറിൽ നമ്മളെ കടത്തിവിട്ടാൻ ഒരാൾ എന്തായാലും ഉണ്ടാവും. ആർക്കറിയാം അവൻ ഈ സമയത്ത് ഒരു ചെറിയ കുട്ടിയായിരിക്കാം എന്ന് യൊരിച്ചി അവനോട് പറഞ്ഞ കാര്യമാണ് ഇപ്പൊ കൊക്കുഷിബോയ്ക്ക് ഓർമ്മ വരുന്നത്. അതുപോലെയുള്ള സംഭവങ്ങളാണ് അവന്റെ കൺമുമ്പിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മുയിച്ചിരോയുടെ സോഡ് അവൻ റെഡ് ആക്കി മാറ്റി. എപ്പോഴോ മരിച്ചു വീഴേണ്ട സനമി ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കട്ടാന തിന്ന് ഗെന്യ ബ്ലഡ് ഡീമൺ ആർട്ട് യൂസ് ചെയ്യുന്നു. കണ്ണ് കാണാത്തൊരുത്തൻ ഫൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവൻ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് യൊരിച്ചി അവനോട് പറഞ്ഞ കാര്യം, നമ്മളെ മറികടക്കാനും ഒരാൾ വരുമെന്ന്. അത് കൊക്കുഷിബോയ്ക്കും ഇപ്പൊ എന്താണെന്ന് മനസ്സിലായി. ഇപ്പൊ ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഹാഷിറയും ഫൈനലി ഒരുപാട് ത്യാഗത്തിന് ശേഷം കൊക്കുഷിബോയുടെ കഴുത്ത് എല്ലാവരും ചേർന്ന് മുറിക്കുന്നു. പക്ഷേ കൊക്കുഷിബോ ആരാണ്? അപ്പർ മൂൺ 1 അല്ലേ? അതുകൊണ്ട് അക്കാസ എന്താണോ ചെയ്തത് അതുപോലെ കൊക്കുഷിബോയും അവന്റെ കഴുത്ത് മുഴുവനായിട്ടും റീജനറേറ്റ് ചെയ്യുന്നു. അക്കാസയേക്കാൾ ഒരു മടങ്ങ് സ്പീഡിലാണ് കൊക്കുഷിബോയുടെ കഴുത്ത് വന്നത്. ഇവന്റെ കഴുത്ത് വന്നത് കണ്ട് ഗ്യോമയും സനമയും അല്ലറി വിളിച്ചുകൊണ്ട് അവനെ കൊല്ലാൻ ഓടി വരുന്നു. അപ്പൊ സനമയുടെ കട്ടാനയില് കൊക്കുഷിബോ അവന്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ടു. അത് കണ്ട ഉടനെ അവന് പോലും സഹിക്കാൻ കഴിയുന്നില്ല, അത്രയും വികൃതമായിട്ടുള്ള ഒരു രൂപം. അപ്പൊ അവന്റെ മനസ്സിൽ ഇങ്ങനായി തീരാനാണോ ഞാൻ ആഗ്രഹിച്ചത്? ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്രയും ചെയ്തു കൂട്ടിയത് എന്നൊരു ചിന്ത വരുന്നു. അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം കാണുന്നത്. നേരത്തെ മുയിച്ചിരോ കുത്തിയ ഭാഗം മുഴുവൻ ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ആ ഭാഗത്ത് റീജനറേറ്റ് ചെയ്യുന്നില്ല. ഇതേ സമയത്ത് ഗെന്നിയും ഗ്യോമയും ചേർന്ന് ഒരുമിച്ച് അവന്റെ കഴുത്ത് വെട്ടി ഇല്ലാതാക്കി. കൊക്കുഷിബോയ്ക്ക് സ്വയം റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ ഇപ്പൊ അവന്റെ ടെക്നിക്കും യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് വർഷം ഞാൻ മരണമില്ലാതെ ജീവിച്ചു. എന്റെ കുടുംബത്തിന് ഞാൻ ഉപേക്ഷിച്ചു. എന്റെ മനുഷ്യത്വം ഞാൻ ഉപേക്ഷിച്ചു. ഒരു സാമുറായി ആയിരുന്ന എന്റെ കഴിഞ്ഞ കാലം ഞാൻ ഉപേക്ഷിച്ചു. എന്തിന്? ഒന്നും ചിന്തിക്കാതെ എന്റെ സ്വന്തം തലമുറയെ ഞാൻ കൊന്നു. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഇതുപോലെ മരിക്കാനാണോ എന്റെ വിധി? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എനിക്കൊന്നും നേടാൻ സാധിച്ചിട്ടില്ല. യുരിച്ചി, ഞാൻ എന്തിനാ ഇങ്ങനെ ജനിച്ചത് എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് അവസാനം കൊക്കുഷിബോ ഇല്ലാതായി. ഇപ്പൊ ഇല്ലാതായ കൊക്കുഷിബോയുടെ ഡ്രസ്സിൽ രണ്ടായിട്ട് മുറിഞ്ഞ ഒരു ഫ്ലൂട്ട് ഉണ്ട്. ആ ഫ്ലൂട്ട് അവന്റെ ബ്രദറിന്റെ ഫ്ലൂട്ടാണ്. അവന്റെ സ്വന്തം ബ്രദറിന്റെ യുരിച്ചിയുടെ ഫ്ലൂട്ട്. ഇവിടെ ഇപ്പൊ ജീവനോടുള്ള 2 ഹാഷിറകൾക്കും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ സനമി മാത്രം ബോധമില്ലാതെ വീണ്ടും വീണ്ടും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ബോധം മുഴുവൻ പോയതുകൊണ്ടാണ് അവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനെ പിടിച്ചു നിർത്തുന്നതാവട്ടെ ഗ്യോമെ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് മുയിച്ചിരോ അവന്റെ ബ്രദറിനെ കാണുന്നു. അവനെ കണ്ട യുയിച്ചിരോ, നിനക്ക് വെറും 14 വയസ്സല്ലേ ഉള്ളൂ, നീ എന്തിനാ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? അതിന് മുയിച്ചിരോ, എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് ജീവനോട് ഇരിക്കണ്ട. അതുപോലെ ഞാൻ മരിച്ചത് വെറുതെ ആയിട്ടില്ലല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നെക്കാളും മുമ്പ് മരിച്ചത് നീയാണ്. അതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നു. അവിടെ അവന്റെ മൊത്തം ഫാമിലിയുണ്ട്. ഇവിടെ ഗന്യം മരിക്കുന്നത് കണ്ട് സനമ്യ അലറുന്നു. ചേട്ടാ, ഇത്രയും കാലം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നതിന് എന്നോട് ക്ഷമിക്കണം. ഗന്യ, അങ്ങനെയൊന്നും ഇല്ല. നീ ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. അതുപോലെ എന്നെ വിട്ട് പോവല്ലേ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ മരിച്ചു പോവല്ലേ. ദൈവമേ, എന്റെ അനിയനെ എന്റെ അടുത്ത് നിന്ന് പിരിച്ചു കൊണ്ടുപോകല്ലേ. പ്ലീസ്, അവനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് സനമി പൊട്ടിക്കരയുന്നു. ഇത്രയും കാലം സനമി ഗന്യയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഡീമൺ സ്ലെയർ കോർപ്പ് വിട്ട് പോകാൻ പറഞ്ഞത്. അല്ലാതെ അവനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല. അവൻ ആകെയുള്ളത് അവന്റെ ബ്രദർ മാത്രമാണ്. അവനെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സനമി ഇത്രയൊക്കെ ചെയ്തത്. പക്ഷെ ഗന്യ സനമിയുടെ അടുത്ത് വെച്ച് തന്നെ ഇല്ലാതായി. അപ്പൊ അവനോട് ഗ്യോമെ, സനമി, ഈ ഫൈറ്റ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് എഴുന്നേറ്റ് വാ. നമ്മൾ മൂസാനെ തോൽപ്പിക്കുന്നത് വരെ ഈ ഫൈറ്റ് അവസാനിക്കില്ല എന്ന് പറഞ്ഞ് ഗ്യോമെ സനമിയോട് പറയുന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. സോ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ സീനുകളൊക്കെ അനിമേഷനിലേക്ക് എത്തുമ്പോൾ
വീഴുമ്പോൾ ഒരു കണ്ണീർ പുഴയുണ്ടാവും, അത് ഉറപ്പാണ്. ഇനി അടുത്ത എപ്പിസോഡ് വരുന്നത് യൊരീച്ചയുടെ പാസ്റ്റ് ആണ്. സോ കൊക്കുഷുബയുടെയും യൊരീച്ചയുടെയും ഫുൾ ബാക്ക് സ്റ്റോറി അതിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് ആ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ 5K ചലഞ്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്തൊക്കെ തോന്നിയോ, അടുത്ത വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ കമന്റ് ചെയ്യുക. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.